ഇടുക്കിയിലേക്ക് ഒന്ന് പോയാൽ ഹൈറേഞ്ചിന്റെ രാഷ്ട്രീയ കാലാവസ്ഥ എന്താണെന്ന് അറിയേണ്ടതുണ്ട്. ഇടുക്കിയിൽ നിന്ന് നമ്മൾ ഇന്ന് ആദ്യം പരിശോധിക്കുന്ന മണ്ഡലം പീരുമേടാണ്. LDFന്റെ സിറ്റിംഗ് സീറ്റ് വാഴൂർ സോമൻ MLA ആയിരുന്ന അദ്ദേഹം മരിച്ചുപോയി. പീരുമേട്ടിൽ എന്താണ് സ്ഥിതിവിശേഷം എന്ന് നോക്കാൻ പോവുകയാണ്. പീരുമേട്ടിലെ സ്ഥാനാർത്ഥികൾ നിരന്നു കഴിഞ്ഞു. K. സലീംകുമാർ LDFന് വേണ്ടി, അഡ്വക്കേറ്റ് സിറിയക് തോമസ് UDFന് വേണ്ടി, V. രതീഷ് NDAക്ക് വേണ്ടി. നമുക്ക് പീരുമേടിനെ എടുത്താൽ കഴിഞ്ഞ തവണ ഒരു ചെറിയ മാർജിനിൽ LDF ജയിച്ച മണ്ഡലങ്ങളിലൊന്നാണ്. വാഴൂർ സോമൻ വളരെ തിൻ മാർജിനിലാണ് കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചത്. അതിനു മുമ്പ് ബിജിമോൾ ജയിക്കുമ്പോഴും വലിയ ഭൂരിപക്ഷമൊന്നും CPIക്ക് അവിടെ കിട്ടിയിട്ടില്ല. എന്നാൽ പോലും കഴിഞ്ഞ പ്രാവശ്യം വാഴൂർ സോമൻ അവിടെ ജയിച്ചു. ഇടുക്കിയിൽ വലിയ മുന്നേറ്റം ഇടതുപക്ഷത്തിന് ഉണ്ടാക്കാൻ കഴിഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യത്തെ സ്ഥാനാർത്ഥി തന്നെയാണ് UDFന് വേണ്ടി, കോൺഗ്രസിന് വേണ്ടി മത്സരിക്കുന്ന അഡ്വക്കേറ്റ് സിറിയക് തോമസ് വീണ്ടും മത്സരിക്കുകയാണ്. അപ്പോൾ സിറിയക് തോമസും K. സലീംകുമാറും രതീഷും തമ്മിലുള്ള മത്സരത്തിൽ ആരാണ് ഇപ്പോഴത്തെ നിലയിൽ, ഈ ട്രെൻഡ് ആർക്കൊപ്പമാണ്, ആ സൂചന എന്താണ് എന്ന് പ്രേക്ഷകരുടെ സ്ക്രീനിൽ തെളിയാൻ പോവുകയാണ്. പീരുമേട്ടിൽ ആര്? സിറിയക് തോമസ് 47.82, 43.86 മാത്രമേ CPIയുടെ സ്ഥാനാർത്ഥിയായ സലീംകുമാറിന് വോട്ട് ലഭിക്കാൻ സാധ്യതയുള്ളൂ എന്നാണ് കോർ അഭിപ്രായ സർവേയിൽ പറയുന്നത്. 8.32 BJP NDA സ്ഥാനാർത്ഥിക്ക് കിട്ടുന്നത്. അതായത് 3.96 മുൻതൂക്കം UDFന് മുൻതൂക്കമുണ്ട്. 3.96% മുൻതൂക്കം പീരുമേട്ടിലുണ്ട്. അതായത് LDFന്റെ മറ്റൊരു സിറ്റിംഗ് സീറ്റിൽ കൂടി UDFനാണ് മുൻതൂക്കം എന്ന് വരുന്നു. 3.96 മുൻതൂക്കം പീരുമേട്ടിൽ കൃത്യമായും UDFനുണ്ട് എന്നുള്ളതാണ് കോറിന്റെ അഭിപ്രായ സർവേ പറയുന്നത്. എന്തുകൊണ്ട് അഖിൽ? ഇടുക്കിയിൽ പീരുമേട് ഒരു UDF അനുകൂല സാമ്പിളുകളാണ് എല്ലാ ചോദ്യങ്ങളും ലഭിച്ചത്. അതിനുപരി സിറിയക് തോമസിന്റെ മൂന്നാമത്തെ മത്സരമാണ്. 2 തവണ പരാജയപ്പെട്ടു. അപ്പോൾ അദ്ദേഹം 2 തവണ പരാജയപ്പെട്ടതിൻ്റെ ഒരു സഹതാപം ആളുകൾക്കിടയിലുണ്ട്. LDFനെ സംബന്ധിച്ചൊരു പുതിയ സ്ഥാനാർത്ഥിയാണ്. കഴിഞ്ഞ എനിക്കൊന്ന് 3 തെരഞ്ഞെടുപ്പും ES ബിജിമോളായിട്ടും വാഴൂർ സോമൻ മത്സരിക്കുമ്പോൾ 1000-ൽ താഴെ വോട്ടുകൾക്ക്, വളരെ നിസ്സാര വോട്ടുകൾക്കാണ് അവിടെ, 1000-1500 ആ റേഞ്ച്, വളരെ ചുരുങ്ങിയ വോട്ടുകൾക്കാണ് അവിടെ LDF. എനിക്കൊന്ന് തെരഞ്ഞെടുപ്പ് ദിവസം ഏറ്റവും കൂടുതൽ ആകാംക്ഷ നൽകുന്ന അവസാന വോട്ട് എണ്ണുന്നിടം വരെ നമ്മൾ ഒരു പൊളിറ്റിക്കൽ സസ്പെൻസ് കാത്തിരിക്കുന്ന ഒരു മണ്ഡലമായിരിക്കും ഇപ്പോൾ നിലവിൽ. പക്ഷേ സലീംകുമാർ മികച്ച സ്ഥാനാർത്ഥിയാണ്. തോട്ടം തൊഴിലാളികൾക്കിടയിൽ വലിയ സ്വാധീനമുള്ള നേതാവാണ്. നിലവിൽ അവിടെ UDFന് ഒരു അനുകൂല സാധ്യതയുണ്ട്. ഈ പറഞ്ഞൊരു സഹതാപ തരംഗം സ്ത്രീകൾക്കിടയിലുണ്ട്. അതെ, ഈ സിറിയക് തോമസിന് അനുകൂലമായിട്ടൊരു സഹതാപം അവിടെ ഉണ്ട്. അതുപോലെ തന്നെ മുൻ MLA KK തോമസിന്റെ മകൻ എന്നുള്ള ഒരു സ്വാധീനം അദ്ദേഹത്തിനുണ്ട്. അതുപോലെ സലീംകുമാറിന്റെ കാര്യം പറയുകയാണെങ്കിൽ അദ്ദേഹം തൊടുപുഴയിൽ നിന്ന് വന്ന ആളാണ് എന്നൊരു പ്രശ്നം അദ്ദേഹത്തിന് എതിരെ നിൽക്കുന്നു. ഇതെല്ലാം കൂടി പരിഗണിക്കുമ്പോഴാണെന്ന് തോന്നുന്നു ഈ ഒരു ട്രെൻഡ് അവിടെ നിലനിൽക്കാൻ കാരണം. 3.96 മുൻതൂക്കമുണ്ട് പീരുമേട്ടിൽ അവിടെ UDF സ്ഥാനാർത്ഥിക്ക് എന്നുള്ളതാണ് ഈ കോറിന്റെ അഭിപ്രായ സർവേ പറയുന്നത്. അപ്പോൾ നമ്മൾ LDFന്റെ രണ്ടാമത്തെ സിറ്റിംഗ് സീറ്റിലാണ് പിറകിൽ പോകുന്നത്. ഇനി അടുത്തതും വരുന്നത് LDFന്റെ ഒരു സിറ്റിംഗ് സീറ്റ്. അതെ.